നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെറ്റിദ്ധരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നും ഗോവിന്ദൻ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിനെതിരെ പ്രതിരോധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. പള്ളികളിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. നഴ്സുമാർ തെറ്റിദ്ധരുത്താൻ തയ്യാറാകണമെന്ന് മാർ ടോണി നീലങ്കാവിൽ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലേക്ക് നഴ്സുമാർ തിങ്കളാഴ്ച മാർച്ച് നടത്തും. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തൃശൂർ കുറുപ്പൻ റോഡിലെ കാന വൃത്തിയാക്കൽ പാതി വഴി മതിയായ സുരക്ഷ ഒരുക്കാതെയുള്ള നവീകരണം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. പരാഗ്വേയെ തകർത്ത് ഫ്രാൻസ് ക്വാർട്ടറിൽ. പെനാൽറ്റി ഗോളാക്കി എംബപ്പെ. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് എതിരാളികൾ മൊറോക്കോ. തൃശൂർ നഗരത്തിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. പുഴയ്ക്കലിൽ സ്കൂട്ടർ മറിഞ്ഞ യാത്രക്കാരി മരിച്ചു. കർണാടകയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വിശദാംശങ്ങളിലേക്ക്. തെറ്റിദ്ധരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പോയവരാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. പാർട്ടിയുടെ ഭാഗമായല്ല MV ജയരാജൻ സംസാരിച്ചതെന്ന് ജയരാജന്റെ പ്രതികരണം സംബന്ധിച്ച് MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടി സ്വയം വിമർശനം നേരത്തെ നടത്തിയതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വയം വിമർശനപരമായിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, ഞങ്ങളിത് പറഞ്ഞാണിതല്ലെന്ന്. പിന്നെ ആദ്യം പറഞ്ഞത് പ്രശ്നം. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടപ്പാക്കുന്നതെന്ന് ഗോവിന്ദൻ ആരോപിച്ചു. അദാനി MSC കമ്പനിയുമായി വലിയ ഡീൽ ഉണ്ടാക്കി. വിഴിഞ്ഞം കരാറിലൂടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPMന് അർഹതപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. TCV തൃശൂർ. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരത്തിനെതിരെയും പ്രതിരോധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ പ്രതിഷേധ ദിനമാചരിച്ചു. വലക്കാവ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന അതിരൂപത തല പ്രതിഷേധ ദിനാചരണം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സഭയെയും സഭാ സ്ഥാപനങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള സമരമുറകൾ പ്രതിഷേധങ്ങൾക്കിടയാക്കിയെന്നും തെറ്റുപറ്റിയവർ അത് മനസ്സിലാക്കി തിരികെ വരണമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. വികാരി ഫാദർ ബെന്നി കടങ്ങൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, പുത്തൂർ ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, പുത്തൂർ ഫൊറോന കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബേബി നിരപ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങളുടെ പുറകെ പോകാതെ നമ്മുടെ അതിരൂപതയും നമ്മുടെ ആശുപത്രിയും നമുക്ക് നൽകുന്ന വിശദീകരണങ്ങൾ തിരിച്ചറിയാൻ 4 മണി തുടങ്ങി പാതിര 3 മണി വരെ കുറെ പേർക്ക് ഉപരോധിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്കത് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റും. എന്നിട്ട് അതേസമയം ജൂബിലി അമല ആശുപത്രികളിലേക്ക് നഴ്സുമാർ തിങ്കളാഴ്ച മാർച്ച് നടത്തും. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂങ്കുന്ന മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് DCC ഓഫീസിൽ അനുസ്മരണ യോഗവും നടന്നു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നതാണെന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾക്ക് നാം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കരുണാകരന്റെ ഓർമ്മകൾ കൂടുതൽ കരുത്ത് പകരുന്നതാണ്.
ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടും അക്കാലത്ത് അതിന് അതീതമായി പൊതുകാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു കരുണാകരനെന്നും സുധീരൻ അനുസ്മരിച്ചു. കേരളം കണ്ട, ഇന്ത്യ കണ്ട സാമ്പത്തിക രംഗത്തെ, വികസന രംഗത്തെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു കരുണാകരൻ ഫോർമുല. നെടുമ്പാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വിജയകരമായി പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഇന്ന് എണ്ണപ്പെട്ട വിമാനത്താവളമായി നെടുമ്പാശ്ശേരി മാറിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതിന് കേരളം നാം നന്ദി പറയേണ്ടത്, കടപ്പാടുകൂടി ഓർക്കേണ്ടത് പ്രിയപ്പെട്ട ലീഡർ കരുണാകരനെയാണ്. ഇന്ത്യക്കൊട്ടാകെ വികസന രംഗത്ത് പുതിയൊരു കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ നാമധേയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് നൽകുക എന്നുള്ളത് തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. MLA രാജൻ ജെ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കുറുപ്പൻ റോഡിലെ കാന വൃത്തിയാക്കൽ പാതി വഴിയിൽ നിലച്ചു. മതിയായ സുരക്ഷ ഒരുക്കാതെയുള്ള നവീകരണവും കാന പല ഭാഗത്തും തുറന്നു കിടക്കുന്നതും വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും അപകട ഭീഷണിയായി മാറുന്നു. കുറുപ്പം റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുന്നുവെന്ന വ്യാപാരികളുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് സ്ലാബുകൾ നീക്കി കാനകൾ വൃത്തിയാക്കുന്ന പണികൾ ആരംഭിച്ചത്. എന്നാൽ പണികൾ ഇപ്പോൾ പാതി വഴിയിൽ നിലച്ച നിലയിലാണ്. കാനയുടെ പല ഭാഗത്തും സ്ലാബുകൾ ഇടാതെ തുറന്നു കിടക്കുന്നത് വ്യാപാരികൾക്കും കാൽനട യാത്രികർക്കും ഭീഷണിയായി മാറുകയാണ്. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി വള്ളി കെട്ടിയതല്ലാതെ യാതൊരു സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിട്ടുമില്ല. ഇവിടെ നടപ്പാതില്ലാത്തതിനാൽ ആളുകൾ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നതും പലപ്പോഴും അപകടത്തിനും ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നു. കുറുപ്പൻ റോഡ് ജംഗ്ഷൻ മുതൽ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. കോർപ്പറേഷൻ അധികൃതർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും പരാതി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ LDF കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലത്താണ് 10 കോടി രൂപ ചെലവിൽ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പൻ റോഡ് ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. എന്നാൽ ഈ റോഡിനനുബന്ധമായി പുതിയ കാന നിർമ്മിക്കാത്തത് പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. കാന നിർമ്മാണത്തിന് മാത്രമായി 2 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും പണി എന്ന് ആരംഭിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർക്ക് പോലും ഒരു നിശ്ചയവുമില്ല. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ആമ്പല്ലൂരിലെ അടിപ്പാത ഏകദേശം പൂർത്തിയാവുകയും പൂർണ്ണമായും ഗതാഗതത്തിന് തുറക്കാവുന്ന നിലയിലാവുകയും ചെയ്തതോടെയാണ് അടുത്ത ജംഗ്ഷനായ പുതുക്കാട് മേൽപ്പാലം പണി ആരംഭിച്ചത്.
8 സ്പാനുകളിലായി 5.5 മീറ്റർ ഉയരത്തിലുള്ള മേൽപ്പാലമാണ് പുതുക്കാട് വരുന്നത്. KSRTC സ്റ്റാൻഡിന്റെ വടക്കുവശം മുതൽ കുർമാലി ക്ഷേത്രം വരെ 1.450 കിലോമീറ്റർ നീളത്തിലാണ് പാലം. പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനും വാഹനാപകടങ്ങൾക്കും ശാശ്വത പരിഹാരമാകുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പലപ്പോഴായി ഉണ്ടായ അപകടങ്ങളിൽ 50 പേർ മരിക്കുകയും 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പുതുക്കാട് ജംഗ്ഷൻ ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാലേക്കര മാതൃകയിൽ 8 തൂണുകളുള്ള മേൽപ്പാലം ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. പുതുക്കാട് മേൽപ്പാലം ആവശ്യപ്പെട്ട് KK രാമചന്ദ്രൻ MLA, മുൻ MP TN പ്രതാപൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുകയും അടിയന്തരമായി പാലം പണി ആരംഭിക്കുന്നതിനായി MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് മേൽപ്പാലം ജനകീയ സമിതി 100 ദിവസം സത്യാഗ്രഹവും നടത്തിയിരുന്നു. TCB ന്യൂസ്, പുതുക്കാട്. തൃശൂർ പുഴയ്ക്കലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരി മരിച്ചു. പുന്നമ്പറമ്പ് സ്വദേശിനി തോപ്പുംപറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള ജനീറ്റ രാജാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ ശാന്തിയെ പരിക്കുകളോടെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം. കാൽനട യാത്രികന്റെ ബാഗ് തട്ടി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ആംബുലൻസിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു. കർണാടകയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചേറ്റുപുഴ സ്വദേശി ഓളോപ്പള്ളി വീട്ടിൽ 35 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ചെട്ടിയങ്ങാടിയിലെ CITU തൊഴിലാളിയാണ് മരിച്ച അജിത്ത്. ആമ്പല്ലൂർ സെന്ററിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആമ്പല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടെ വരന്തരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ ഒരു വശം തകർന്നു. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് റോഡരികിൽ നിർത്തി ഡ്രൈവർ മുറുക്കാൻ വാങ്ങാൻ പോയി. തൃശൂർ ചിയാരത്താണ് സംഭവം. തൃശൂർ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു KSRTC സൂപ്പർഫാസ്റ്റ് ബസ്. യാത്രക്കാരുമായി വന്ന ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നിർത്തി ഡ്രൈവർ ഇറങ്ങി വന്ന് വഴിയരികിലെ മുറുക്കാൻ കടയിൽ നിന്നും സാധനം വാങ്ങി ബസ്സിൽ കയറി പോവുകയായിരുന്നു. പാവറട്ടി വെൺമേനാട് 9 വയസ്സുകാരനെ മിഠായി നൽകി വശീകരിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ച ഇയാൾ അറസ്റ്റിലായി. ചുക്കുബസാർ സ്വദേശി പുഴങ്ങരയിലത്തെ വീട്ടിൽ ഇസ്മയിലിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനശ്രമം കുട്ടി മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പാവറട്ടി SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാഴാനി ഡാമിലെ ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ ബോട്ട് തകർക്കുകയും വഞ്ചി നശിപ്പിച്ച് മുക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ 4 അംഗ യുവാക്കളെന്ന് സംശയം. രാത്രിയിൽ ഗേറ്റ് ചാടിക്കടന്ന് ജലാശയത്തിലേക്ക് പോകുന്ന യുവാക്കൾ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ടൂറിസം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഡാമിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന 60,000 രൂപ വിലയുള്ള വഞ്ചി, 15 കിലോ വല, 1.5 ലക്ഷം രൂപ വിലയുള്ള ബോട്ട് എന്നിവയാണ് പ്രതികൾ നശിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ഇൻചാർജ് സിന്ധു കുട്ടപ്പൻ, എക്സ് ഒഫീഷ്യോ സെക്രട്ടറി AJ അനു, ഡയറക്ടർ MK ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പരാതിയിലാണ് കേസ്. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VG ജയസൂര്യ എന്നിവർ ഡാമിൽ സന്ദർശനം നടത്തി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ബീഫ് പിടിച്ചെടുത്തത്. മൂത്തുകുന്നം സ്വദേശി വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. പിടികൂടിയ ഇറച്ചി ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കൈപ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും
റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധവേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചുമാണ് പ്രതിഷേധിച്ചത്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV കയ്പമംഗലം. കഴിഞ്ഞ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പുലിക്കളി സംഘങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. പുലിക്കളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രശ്നത്തിന്റെ വിശദാംശങ്ങൾ മന്ത്രി നേരിട്ട് വിലയിരുത്തി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് മന്ത്രി വിശദീകരണം തേടി. തടഞ്ഞുവെച്ച ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് ഉടൻ മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. കേന്ദ്ര സഹായം സംബന്ധിച്ച് മാസങ്ങളായി വ്യക്തത ലഭിക്കാത്തതിനെ തുടർന്ന് സമരത്തിലേക്ക് കടക്കാനിരുന്ന പുലിക്കളി കൂട്ടായ്മയുടെ പരാതിയെ തുടർന്നാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. യോഗത്തിൽ വിവിധ പുലിക്കളി ദേശങ്ങളിലെ ഭാരവാഹികളും BJP കോർപ്പറേഷൻ കൌൺസിലർമാരും പങ്കെടുത്തു. തൃപ്രയാറിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. നാട്ടിക സ്വദേശി 59 വയസ്സുള്ള ചുങ്കത്ത് ജോയാണ് മരിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതി തൃപ്രയാർ ക്ഷേത്രം റോഡിൽ മേൽപ്പാലത്തിനടിയിൽ വെച്ച് ജോയ് സഞ്ചരിച്ചിരുന്ന ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. മണ്ണുത്തി സെന്ററിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ട് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കാനകളിലെ മാലിന്യവും കൾവർട്ടുകളിലെ മണ്ണും നീക്കം ചെയ്യുകയും ചെയ്തു. രണ്ടാംഘട്ട പ്രവൃത്തികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കൌൺസിലർ പറഞ്ഞു. ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവായതിനെ തുടർന്ന് നേരത്തെ മേയർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇനി കളിക്കാലം. ഫിഫ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പരാഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.
ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ നേടിയ ഏക ഗോളിലാണ് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് വിജയമുറപ്പിച്ചത്. ഈ ലോകകപ്പിലെ 7ാമത്തെയും ഇതുവരെയുള്ള ലോകകപ്പുകളിൽ വെച്ച് 19ാമത്തെയും ഗോളാണ് എംബാപ്പയുടേത്. റൗണ്ട് ഓഫ് 32-ൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചെത്തിയ പരാഗ്വെ കടുത്ത പ്രതിരോധ കോട്ട കെട്ടിയാണ് ഫ്രാൻസിനെ നേരിട്ടത്. ആദ്യ പകുതിയിൽ ഫ്രാൻസ് കളിയിൽ പൂർണ്ണ ആധിപത്യം പുലർത്തി. ഏകദേശം 80% സമയവും ബോൾ പൊസിഷൻ ഫ്രാൻസിനായിരുന്നു. എന്നിട്ടും പരാഗ്വയുടെ പ്രതിരോധം ഭേദിക്കാൻ അവർക്ക് സാധിച്ചില്ല. പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിന്റെ മികച്ച പ്രകടനവും ഫ്രാൻസിന്റെ ഗോൾ ശ്രമങ്ങൾക്ക് തടസ്സമായി. ഇതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ആക്രമണം ശക്തമാക്കി. 70-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഡെസിറെ ഡൌയെ പരാഗ്വെ ബോക്സിൽ വീഴ്ത്തിയതിനാണ് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചത്. ആദ്യം റഫറി പെനാൽറ്റി അനുവദിച്ചെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷമാണ് അനുകൂല വിധി വന്നത്. കിക്കെടുത്ത നായകൻ കിലിയൻ എംബാപ്പെ പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ പരാഗ്വെ തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം മറികടക്കാനായില്ല. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച് തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരാൻ ഫ്രാൻസിന് ഈ വിജയത്തോടെ സാധിച്ചു. ക്വാർട്ടറിൽ മൊറോക്കോയാകും ഫ്രാൻസിന്റെ എതിരാളികൾ. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിലെ പെൺവാണിഭ കേന്ദ്രത്തിലുണ്ടായ കൊലപാതക കേസിലെ മുഖ്യപ്രതി നൂർ ആലം പിടിയിലായി. അസമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ജൂൺ 21-ാം തീയതിയാണ് തൃശൂരിലെ ഇതര സംസ്ഥാനക്കാരുടെ പെൺവാണിഭ കേന്ദ്രത്തിൽ ഒഡീഷ സ്വദേശിയായ ധൻപത് നായിക് കൊല്ലപ്പെട്ടത്. കേസിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 6 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കാവ്യശിഖയുടെ ഇഷ്ടകവിതാ വിഭാഗം 500 തികഞ്ഞതിന്റെ ആഘോഷം തൃശൂരിൽ നടന്നു. പ്രൊഫസർ കെ സച്ചിദാനന്ദൻ, PM നാരായണൻ, കവി ഡോക്ടർ C രാവുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കാവ്യ ദൃശ്യാവിഷ്കാരങ്ങളും കാവ്യോത്സവവും നടന്നു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KG മന്മഥൻ നായർ അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കാലം മാറിയിട്ടും ആവേശം ഒട്ടും ചോരാതെ 4 നൂറ്റാണ്ടായി വോളിബോളിനോടുള്ള സ്നേഹം നെഞ്ചേറ്റി മുന്നേറുകയാണ് പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. മഴയോ വെയിലോ തിരക്കേറിയ ജോലിയോ ഒന്നും ഇവരുടെ പതിവ് മുടക്കാറില്ല. RMVHS സ്കൂൾ ഗ്രൗണ്ടാണ് ഇവരുടെ സംഗമവേദി. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50ഓളം പേരാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾ വോളിബോൾ കളിച്ച ശേഷമാണ് തങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ബിജീഷിന്റെ നേതൃത്വത്തിൽ 20ഓളം പേരാണ് നിലവിൽ സ്ഥിരമായി കളിയിൽ പങ്കെടുക്കുന്നത്. പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുന്ന ആവേശത്തോടെയും കൂട്ടായ്മയുടെ കരുത്തോടെയും ഇവർ കോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. കളി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വങ്ങളിലും ഈ കൂട്ടായ്മ സജീവമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് വോളിബോൾ ടീം മാതൃകയായത്. കായിക രംഗത്തെ കൂട്ടായ്മകൾ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരാൻ കഴിയുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സൗഹൃദവും ആരോഗ്യ സംരക്ഷണവും കായിക സംസ്കാരവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കൂട്ടായ്മ പെരിഞ്ഞനത്തിന്റെ കായിക ചരിത്രത്തിലെ അഭിമാന അധ്യായമായി തുടരുകയാണ്. 4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കളിയുടെ ആവേശം ഒട്ടും ചോരാതെ പുതിയ തലമുറയ്ക്കും പ്രചോദനമാകുന്ന മാതൃകയാണ് RMVHS വോളിബോൾ ടീം. TCV ന്യൂസ്, കയ്പമംഗലം. മുംബൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ വിമാനത്തിൽ കുഴഞ്ഞു വീണയാൾ മരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സ്വദേശി അമ്പൂക്കൻ വീട്ടിൽ 55 വയസ്സുള്ള ജോജോയാണ് മരിച്ചത്. ഭാര്യയുടെ പിതാവിനെയും അമ്മയെയും കൂട്ടി മുംബൈയിൽ ബന്ധുവായ രോഗിയെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം. തൃശൂരിൽ അരിയങ്ങാടിയിൽ ക്രിയേറ്റീവ് സൂപ്പർ മാർക്കറ്റ് എന്ന ലേവലിൽ ഒരു കൂട്ടം കലാകാരന്മാർ 2006 ഫിഫ ലോകകപ്പ് സമയത്ത് പുറത്തിറക്കിയ അങ്ങനെ അങ്ങനെ എന്ന ഫുട്ബോൾ മ്യൂസിക് വീഡിയോ 20 വർഷത്തിനു ശേഷം ഈ ലോകകപ്പ് സമയത്ത് വീണ്ടും പുറത്തിറക്കി. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് സംഗീത് പവിത്രൻ സംഗീതം നൽകി. ഗായകൻ ആനന്ദരാജ് ബെഞ്ചമിൻ പോൾ ആലപിച്ച അങ്ങനെ അങ്ങനെ എന്ന ഗാനത്തിന്റെ പുതിയ വീഡിയോ ചിത്രീകരണത്തിന്റെ പ്രകാശനം മീഡിയ ക്രിയേറ്റീവ് സ്പേസിൽ നടന്നു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മാതൃക യൂണിറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ സാഴത്ത് അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൾ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ ജനറൽ കൺവീനർ പ്രൊഫസർ ജോർജ് അലക്സ്, ജനറൽ സെക്രട്ടറി AD ഷാജു, ട്രഷറർ CT ജോയ്, ഫാദർ ഫ്രെഡറിക് എലുവത്തിങ്കൽ,
ഫാദർ ജെയ്മോൻ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ആൻഡ് ലോണ്ടറി സ്റ്റുഡിയോ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ വാഷിഫയുടെ തൃശൂരിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസസ് നെല്ലങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. നെല്ലങ്കര റിപ്പബ്ലിക് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ച വാഷിഫൈ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസസിന്റെ ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ജെറുസലേം റിട്രീറ്റ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോ പാച്ചേരിയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. മുക്കാട്ടുകര ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ, കോൺഗ്രസ് മുക്കാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് N ഉദയകുമാർ, BJP മുക്കാട്ടുകര ഏരിയ സെക്രട്ടറി K ജയൻ, അഡ്വക്കേറ്റ് റോമി, പ്രസ്റ്റീൻ കെയർ സർവീസസ് പ്രൊപ്പറേറ്റർ ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളായ റിസൻ, എഡ്രീന, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുകയാണ് ഇവിടെ. പ്രീമിയം കെയർ ഡ്രൈ ക്ലീനിംഗ്, പെർഫെക്റ്റ് ഫ്രഷ് സ്റ്റീം അയേണിംഗ്, ഡീപ് ക്ലീൻ ഷൂ ക്ലീനിംഗ്, ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ഹെൽമെറ്റ് ക്ലീനിംഗ്, കർട്ടൻസ്, ബ്ലാങ്കറ്റ്സ് ആൻഡ് ഹോം ടെക്സ്റ്റൈൽ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഇമ്പോർട്ടഡ് മെഷീനറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദവും ബയോഡിഗ്രേഡബിളുമായ ഗ്രീൻ സർട്ടിഫൈഡ് ഇമ്പോർട്ടഡ് സൊല്യൂഷൻസ് ആണ് ഇവിടെ ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഡ്രൈ ക്ലീനിംഗ് ലൈവായി കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 മണിക്കൂറിനകം സേവനം നൽകി ഡെലിവറി ചെയ്യുന്ന പ്രീമിയം എക്സ്പ്രസ് ഡെലിവറി, 3 ദിവസത്തിനകമുള്ള സ്റ്റാൻഡേർഡ് ഡെലിവറി എന്നിവ ഇവിടുത്തെ സവിശേഷതയാണ്. നിശ്ചിത അളവിൽ കൂടുതലുള്ള സേവനങ്ങൾക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9037170592. നാൽപ്പത്തിമൂന്ന് വർഷം പിന്നിടുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപുനന്ദലത് ജിമാർട്ടിന്റെ ഓണം സ്പെഷ്യൽ സമ്മാന പദ്ധതിയായ ലക്ക ലക്ക ഓഫർ ജൂലൈ 5-ാം തീയതി മുതൽ ആരംഭിച്ചതായി ഗോപുനന്ദലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപുനന്ദലത് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഫറിനോടനുബന്ധിച്ച് 2026 ജൂലൈ 5 മുതൽ 2027 ജനുവരി 31 വരെ കേരളത്തിലുടനീളമുള്ള നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 25 പേർക്ക് ബമ്പർ സമ്മാനമായി ഓരോ മാരുതി സുസുക്കി ബലേനോ കാർ, 100 പേർക്ക് 1 ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയം, 100 പേർക്ക് 10 ഗ്രാം വീതമുള്ള വെള്ളി നാണയം, 100 പേർക്ക് ഓരോ LED TV, 100 പേർക്ക് ഓരോ വാഷിംഗ് മെഷീൻ എന്നിവ സമ്മാനമായി ലഭിക്കുന്നു. ലക്ക ലക്ക ഓഫറിന്റെ പ്രഖ്യാപന ചടങ്ങിൽ 2026 ഫെബ്രുവരി 1 ആരംഭിച്ച് മെയ് 31 അവസാനിച്ച ചില്ലാക് സീസൺ 3യുടെ സമ്മാനങ്ങളായ 5 ടാറ്റ പഞ്ച് കാറുകളുടെ വിജയികളെ MLA രാജൻ ജെ പല്ലൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ ഓഫറായ ജിമാർട്ട് ടിക്കി ടാക്കയുടെ ലോഞ്ച് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ നിർവഹിച്ചു. ഓഫറിനോടനുബന്ധിച്ച് ജൂലൈ 19 വരെ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ പദ്ധതി അവതരിപ്പിച്ചു. കഴിഞ്ഞ ഓണ സീസണിലെ സമ്മാന പദ്ധതിയായ വക്കാലക്ക ഓഫറിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ യുവജനകാര്യക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ വിതരണം ചെയ്തു. മെഗാ ബമ്പർ സമ്മാനമായ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് കണ്ണൂർ സ്വദേശി KP സജി ഏറ്റുവാങ്ങി. ബമ്പർ സമ്മാനമായ 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകളും മറ്റ് സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. നന്ദിലത്ത് ജിമാർട്ടിന്റെ 65ാമത് ഹൈടെക് ഷോറൂം ജൂലൈ 6 വൈക്കത്തും മറ്റു ഷോറൂമുകൾ ചെറായി, അടൂർ, തൃപ്പുണിത്തുറ എന്നിവിടങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു. ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, CEO PA സുബൈ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NB ജോയ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തെറ്റിദ്ധരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നും ഗോവിന്ദൻ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിനെതിരെ പ്രതിരോധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. പള്ളികളിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. നഴ്സുമാർ തെറ്റിദ്ധരുത്താൻ തയ്യാറാകണമെന്ന് മാർ ടോണി നീലങ്കാവിൽ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലേക്ക് നഴ്സുമാർ തിങ്കളാഴ്ച മാർച്ച് നടത്തും. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തൃശൂർ കുറുപ്പൻ റോഡിലെ കാന വൃത്തിയാക്കൽ പാതി വഴി. മതിയായ സുരക്ഷ ഒരുക്കാതെയുള്ള നവീകരണം യാത്രക്കാർക്ക് ഭീഷണിയാകും. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. പരാഗ്വയെ തകർത്ത് ഫ്രാൻസ് ക്വാർട്ടറിൽ. പെനാൽറ്റി ഗോളാക്കി എംബപ്പെ. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് എതിരാളികൾ മൊറോക്കോ. തൃശൂർ നഗരത്തിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. പുഴയ്ക്കലിൽ സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരി മരിച്ചു. കർണാടകയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.